ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അല്ലേ. എല്ലാവർക്കും ഗൈസ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് അഡ്വാൻസ് ഹാപ്പി അല്ല സോറി ഈദ് മുബാറക്ക് അല്ലേ. ഈദ് മുബാറക്ക്. നാളെ എന്താണ്? ഹജ്ജ് പെരുന്നാൾ, വലിയ പെരുന്നാളാണ് നാളെ അല്ലേ. അല്ലേ, നമ്മളിപ്പോ എവിടുക്കാ പോണേ? നമ്മൾ സാധനം വാങ്ങണം ഗൈസ്. നാളത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്രാവശ്യം നമ്മളെ തറവാട്ടിലാണ് നമ്മൾ ഇതാക്കാൻ പോണത്, അതായത് പെരുന്നാൾ വെക്കാൻ പോണത്. എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്യണം വൈകണം, എല്ലാ പ്രാവശ്യം അല്ലേ, ചില ടൈമിൽ മാത്രമല്ലേ ചെയ്യലുള്ളൂ. അതായത് ഗൈസ് നമ്മളെ ആപ്പാപ്പാൻ്റെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെരുന്നാൾ വെച്ചിട്ടുണ്ടായിന്. അതായത് ആദ്യത്തെ പെരുന്നാളിന്റെ ദിവസം അവിടെയാണ് എല്ലാവരും കൂടിയിട്ടുണ്ടായിന്. പോയിട്ട് നമ്മള് ആദ്യമായിട്ടാണ് ഇവിടെ അല്ല അതൊന്നല്ല മമ്മക്ക് ഓർമ്മല്ലേ. ആണ് ഇവിടെയാണ്, ഓർമ്മല്ലേ, മറന്നോ? ഷോർട്ടായതാണ്. അപ്പോൾ ഗൈസ് ഷെഫീഖ് വന്നിട്ട് ഇപ്പോൾ ഈ മാസമല്ലേ വന്നത്. അപ്പോൾ ഓൻ വന്നിട്ടില്ലേ, നമ്മളെ ഇവിടുത്തെ പെരുന്നാളാണ്. അപ്പോൾ നാളെ ഇവിടെ എല്ലാവരും ഉണ്ടാവും. നമ്മളെ ഇവിടെ തറവാട്ടിലുള്ള എല്ലാ ആൾക്കാരും നാളെ ഉണ്ടാവും ഇവിടെ. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകണം. നാളെ എന്താ ഉണ്ടാക്കണേ? അമ്മയിൽ ഉണ്ടാക്കണേ ആലോചനയിലാണ് ബിരിയാണി എന്തേലൊക്കെ ഉണ്ടാക്കാം, അത് കൺഫേം ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങാണ്. മറ്റന്നാ നമുക്ക് അവിടെ പെരുന്നാളാണ്. ഇന്ന് ഷംനിയും ഷിഫിയൊക്കെ കെട്ടിച്ചോടത്തേക്ക് പോയില്ലേ, അതായത് അവിടെ ഇല്ല. അപ്പൊ നമ്മള് ഇവിടെ ആക്കാന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റത്തെ ദിവസം ആയിക്കൊണ്ട് എന്താ അറിയോ, ഇപ്പോൾ താത്ത കെട്ടിച്ച പെരിയിലാണ്, ഷംനിയും കെട്ടിച്ച പെരിയിലാണ്. അപ്പൊ ഫസ്റ്റത്തെ ദിവസം ഓല പെരിയിൽ കൂടേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആക്കാഞ്ഞ, എല്ലാരും കൂടി ആണല്ലോ. ഇപ്പൊ ഇവിടെ ആകുമ്പോൾ ഓലെല്ലാരും ഓലെ വീട്ടിൽ നിന്ന് വന്നോളും. അതായത് അവിടുത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളും അല്ലേ. അപ്പോ നാളെ നമ്മളെ ഇവിടെ തറവാട്ടിലാക്കി തരാം പെരുന്നാൾ ഉണ്ടാവുക, മറ്റന്നാൾ ആപ്പാപ്പാൻ്റെ കൂടെ കഴിക്കലും പെരുന്നാൾ ഉണ്ടാവുക. അങ്ങനല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നാളെ ഗൈസ് നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടണേക്കല്ലേ, അറിവുണ്ടാവും നാളെ അല്ലേ. നാളെ ഗൈസ് ബലി പെരുന്നാളാണ്. അങ്ങനെ അപ്പൊക്കെ നമ്മള് ചോറ് കഴിച്ചിട്ടേ. അല്ല ഇതിനെന്തിനാ ഇന്നും എന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടേ. അല്ല നമ്മള് പോവല്ലേ ഗൈസ്. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. 2 ബൈക്കും വേണം. പതിവ് പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിലും നമ്മളെ വണ്ടി സെറ്റാവുമെന്ന് വിചാരിച്ചിന്, പക്ഷേ സെറ്റായില്ല, കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ബൈക്കും ഇറങ്ങാൻ പോണേ, സൂപ്പർ മാർക്കറ്റിലാണ് പോകാൻ പോണത്. പിന്നെ നമ്മളെ കാർഡൊട്ടി മെഷീനൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. മൂപ്പര് വിളിച്ചപ്പോൾ പറഞ്ഞു പെരുന്നാളിൻ്റെതല്ല, അപ്പോൾ എന്തായാലും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് നോക്കിയാൽ ഇവിടെ കൊണ്ടുവന്ന് ഇതായിക്കണേ. ഇതിന് മുമ്പേ നമ്മളൊരു വ്ളോഗ് ഇട്ടിക്കണേ, അതായത് നമ്മളെ പുതിയ മറ്റേ പണി മുടങ്ങി കിടക്കുന്ന പേരല്ലേ, അവിടുത്തെ എല്ലാ കാടും മൊത്തം കാട് കയറി കിടക്കുകയാണ്. അത് മൊത്തം നമ്മൾ വെട്ടിയാണ് ഇതാക്കിക്കണ്. പോരാത്തിന് എത്ര പാമ്പിനെ കണ്ടു? 1 2 4 പാമ്പിനെ നമ്മൾ കിട്ടി അല്ലേ. അണലിയൊക്കെ ഉണ്ടായിന് ഗൈസ്. അപ്പോൾ അത് കാണാത്തവരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചെന്നാണ്ട് കാണാം. അപ്പോൾ നമ്മളെന്തായാലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങാൻ പോവാണല്ലേ ഗൈസ്. മൗണ്ടൻ ഉണ്ട്. മൗണ്ടനോട് എന്താ പറയുന്നത് വെച്ചാൽ നാളെ പെരുന്നാളായിട്ട് എന്താണ് വെജ് ഗൈസ്. കാരണം അവിടെ ഭയങ്കര പണിയാണ് ഗൈസ്. ഇനിയിപ്പോ റിസ്വാന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഓനക്ക് ചോറ് വേണ്ടവൻ പറഞ്ഞു. ഓൻ പറഞ്ഞു ഓനക്കൊരു ഷർട്ട് മതിയെന്ന്. എന്നാൽ ഓനക്കൊരു ഷർട്ട് എടുക്കണം. പിന്നെ ഗൈസ് ഇപ്രാവശ്യത്തെ പെരുന്നാക്കി നമ്മൾ ഷർട്ടും പാൻറ്റൊന്നും എടുക്കണില്ല വിചാരിച്ചിരിക്കുകയാണ്. ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. അനു ഇന്നലെ പോയി നൈറ്റ് എടുത്തിന്. എന്താ അതായത് ഗൈസ് നമ്മളാകെ ലോക്കിലാണ്. നമ്മൾ ഒന്നാമത് ഈ വയ്യിൻ്റെ വാങ്ങി, പിന്നെ വാടക പെരയ്ക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല അഡ്വാൻസ് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിലൊരു ടൈറ്റിലാണ്. അപ്പോൾ പിന്നെ പെരുന്നാളല്ലേ, സ്ഥലത്തിൻ്റെ പിന്നെ അതായത് ഇതിൻ്റെ ഞാൻ പറയണമെന്ന് കേൾക്കിങ്ങൾ. അതായത് ഈ സ്ഥലം വാങ്ങണിക്കാളും ചടങ്ങ് ഈ സ്ഥലത്തിൻ്റെ ആൾക്കാർക്ക്, അതായത് ഈ രജിസ്ട്രേഷൻ ഫീസ്, മറ്റേ ഫീസ് പോലെ നടന്ന ഫീസ് പോലെ അവിടെ നോക്കിയ ഫീസ് പറഞ്ഞിട്ട് കുറച്ച് ഫീസുകൾ വരും. അത് കൊടുക്കാനാണ് ഏറ്റവും വലിയ ചടങ്ങ്. അതായത് ചില്ലറയാണെങ്കിൽ പോലും അത് ഒരു 1.5 പോക്കിക്കാരാ ചില്ലറ. ഈ ചില്ലറ പോണേ നമ്മളറിയില്ല. അപ്പോൾ കൈസ് നമുക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിനി. പിന്നെ ഒരു പെരുന്നാളല്ലേ, പിന്നെ ഷെഫീഖൊക്കെ വന്നതല്ലേ, നമ്മളെ കഴിച്ച് അത് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഡ്രസ്സ് എടുക്കാനൊന്നും എനിക്കൊരു മൂടുമില്ല, എന്നാലും കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പോയല്ലോ എന്നാല് അതും കഴിച്ച് പച്ചക്കറി വാങ്ങണം. പിന്നെ പച്ചക്കറി വാങ്ങി കഴിഞ്ഞിട്ട് ഞാനും റിസ്വാനും കൊണ്ട് ഞങ്ങളെല്ലാം പോയിട്ട് എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കട്ടെ. ഇജപ്പോൾ ഉമ്മാനിയും അമ്മാനിയും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചുരിദാറോ മാക്സിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുകയോ, മാക്സി അല്ല പർദ്ദേ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ നോക്കട്ടെ. എന്നാ കഴിച്ച് നമ്മള് പച്ചക്കറി വാങ്ങാൻ പോവാണ്. എന്താണ് എനിക്ക് പനി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. മഴ കൊണ്ടിട്ടല്ല, അവിടെ ആ പണീന്റെ ഊക്കേറ്റാണ് കഴിച്ച്. അമ്മാതിരി പണിയാണ്. മെഷീനാണ് ഈ ഗൈസ് 2 കറക്കിൽ കിടക്കും, അരമണിക്കൂർ മെഷീനിന് റെസ്റ്റ്. അങ്ങനെയാണ്. ഒരു സാധനം ഇല്ല കേട്ടോ, ഒരു സാധനം പറഞ്ഞാൽ ഒരു സാധനമില്ല ഇവിടെ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞില്ല, വെറും പച്ചക്കറി സാമ്പാറിനുള്ള സാധനങ്ങൾ മാത്രമല്ല. ഇനി വേറെ ഒരു സാധനമില്ല. അരി വാങ്ങാനുണ്ടോ?
അരി വാങ്ങാണ്ട് ഉമ്മ കഴിച്ച് ഒരു ലിസ്റ്റ് എഴുതി. ലിസ്റ്റ് എവിടെ ഞാൻ എടുത്തിക്കണോ? ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്റെ തട്ടിയില്ല. കുറച്ചുള്ളൂ പെരുന്നാക്കില്ല സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ ബാക്കിയുള്ളതൊന്നും ഞാൻ ഇതാണ് കുറച്ച്. ഇത് ഉമ്മാന്റെ കുറച്ച്. ഇത് പെരുന്നാക്കുള്ളത് മാത്രമേ ഉള്ളൂ, ബിരിയാണിക്കില്ല. അല്ല ഇത് വിലയാണോ അതോ തൂക്കാണോ? ഇതൊക്കെ അതിന്റെ തൂക്കം. ഈ വില നോക്കുകയാണെങ്കിൽ ഇത് വളരെ കമ്മിയാണ്. 200, 50, 300 വെച്ചിട്ട് കുറച്ചുള്ളൂ. കായ് തോനെയാണ്, സാധനം കുറച്ചുള്ളൂ. ഞാൻ അതിന് കുറച്ചീച്ച വാങ്ങുള്ളൂ. കൂടുതലായിട്ട് വാങ്ങും. എന്തായാലും കഴിച്ച് പെരുന്നാളല്ലേ, അതിലിപ്പോ നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമല്ല. ഒറ്റ ദിവസമല്ലേ, അത് നമുക്ക് ഒറ്റ ദിവസം ആണെങ്കിലും അമ്മ രാജാവിനെ പോലെ ജീവിക്കണം എന്നാണ്. അപ്പൊ കഴിച്ച് നാളത്തെ ഒരു ദിവസം ഞങ്ങൾ രാജാവാൻ പോവാണല്ലേ. നമുക്ക് ഏതില്ലോനും ഇല്ലാത്തവനും നാളത്തെ ദിവസം വലിയൊരു ഇതാണ്, വലിയൊരു നാള്. അതെന്താ ചെമ്മലവിടെ കിടന്നിളകണ് പൂച്ച. അപ്പൊ കഴിച്ച് നമുക്ക് നേരെ കടയിലെത്തിയിട്ട് കാണല്ലേ. ഗൈസ് നമ്മൾ ഇതാക്കണ കൊട്ടടുത്താണ് ഇറങ്ങിയിരിക്കണം കേട്ടോ. എവിടെ ഉമ്മയുടെ അമ്മ ആക്കണ അങ്ങോട്ട് നടന്നാണ്. ഇമ്മമ്മ ആണെന്നുണ്ടെങ്കിൽ പുറത്തവിടെ പച്ചക്കറി തപ്പാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കണം. അതാ വരുന്നുണ്ട്, ഇതാടാ വരുന്നുണ്ട്. ഇമ്മമ്മ പച്ചക്കറി കിട്ടിയോ? നോക്കിയോ? നോക്കില്ല, ഇത് വാങ്ങിയിട്ട് വാങ്ങാന്ന്. അതായത് ആദ്യം നമുക്ക് സാധനങ്ങൾ വാങ്ങാം, എന്നിട്ട് പച്ചക്കറി എന്ത് ചെയ്യുന്ന അമ്മമ്മ അറിയണേ അല്ലേ അമ്മ? അതാ ഞാൻ ഒരു കൊട്ട എടുത്തീനി. ആണോ? അപ്പൊ 2 കൊട്ടെ കുഴപ്പമില്ല. ഇത് മമ്മാനെ കൈ പിടിച്ചോളി, വെറുതെ കൈ പിടിച്ചോളാം, ഒരു ഷോക്ക് അല്ലേ. ലിസ്റ്റ് കയ്യിലില്ലേ അമ്മ? എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് ഇപ്പോ വായിച്ചു കൊടുത്തടാ. നിങ്ങളുണ്ടോ ലിസ്റ്റ് ഉണ്ടോ? ഇപ്പൊ എന്തൊക്കെ എടുത്തു? ബിരിയാണി അരി കിട്ടിയോ? 3 കിലോ ബിരിയാണി അരി, പിന്നെ ചിക്കൻ ഇവിടെ അല്ല, തക്കാളി പുറത്ത്, വെല്ലുള്ളി പുറത്ത്, ഇഞ്ചി, തൈര്. അമ്മ ഇതെന്താ സർക്കെന്താ? ഇത് സൂന്നാ? ഓക്കെ. നാരങ്ങ. മല്ലിച്ചപ്പ് എടുക്കും. അങ്ങനെ ഓയിലെടുത്തു. 1 ലിറ്റർ ഉണ്ടല്ലോ. അല്ല ഇത് 500 രണ്ടെണ്ണല്ലേ? ചെമ്പട്ടി വെറുതെ ആ ചെമ്പട്ടി അടുത്ത് തരും, അവിടെ ഉണ്ട്. അല്ല 500 രണ്ടെണ്ണം വാങ്ങണോ? ഒന്നിന്റെ ഒന്നോ? ഇപ്പൊ ഓയിലെടുത്തില്ലേ? ഇത് വെറുതെ കയ്യിൽ വെക്കാനുള്ളതല്ല. കുറെ പച്ചക്കറി സാധനങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ പുറത്താണ്. പിന്നെ ഉള്ളത് സാബൂൻ പൊടി എടുക്കാണ്ട്. സാബൂൻ പൊടി അല്ലേ? സാബൂൻ പൊടി എടുത്തു. കറാമ്പൂ പറഞ്ഞാണ്. ഇതാണ് ഗൈസ് കറാമ്പൂ. ഇത് നമുക്ക് മുഖത്ത് ഇതാക്കാണ്. എന്ത് ഇല്ല, ഇത് മതി. ഈ സാധനം മതിയാവില്ലടാ, ഇത് മതി. പിന്നെ ഇതെന്താ? ഏച്ചത്തീറ്റേ. ഇതെന്താ? ഇതെന്താ വായിച്ച ഗൈസ്? അനക്കെന്താ വായിച്ചോണ്ടാ? ഏച്ചത്തീറ്റ. പൂച്ചത്തീറ്റയാണല്ലോ ഏച്ചത്തീറ്റ. എന്താ പിന്നെ ഞാൻ പറയാ. പിന്നെ ഉള്ളത് മല്ലിച്ചപ്പ്, ബീഫ്, ചിക്കന്, അതൊക്കെ പുറത്ത്. അത് നമ്മൾ വേറെ അവിടെ പോയി വാങ്ങണം. പിന്നെ നാരങ്ങ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പുറത്ത്. പച്ചക്കറി അവിടെയാണ്. ഇനി ഉള്ളത് സോപ്പ് എടുക്കാണ്ട്. സോപ്പ് ഏതാണ്? ഏതെങ്കിലുമൊക്കെ എടുക്കാം. ഇമ്മമ്മ സോപ്പ് ഏതാ വേണ്ടിയാ? അമ്മക്ക് ഇഷ്ടമുള്ള സോപ്പ് ഏതാ? എല്ലാ സോപ്പും അമ്മക്ക് അങ്ങനെ ഏതും പോകുന്നത്. സോപ്പ് ഏതാ? അല്ല ഏതാ ബ്രാൻഡ്? ചന്ദ്രിക. ഇതാക്കണേ ചന്ദ്രിക. ചെറുതാണോ വലുതാണോ? ചെറുത് മതി. 2 എടുത്തോളി. അങ്ങനെ സോപ്പ് പോയി. സോപ്പും പൊടിയും വാങ്ങിയില്ലേ? കോൾഗേറ്റ്. ഓക്കെ. കോൾഗേറ്റും വേണം ഗൈസ്, മസ്റ്റാണ്. പല്ലേക്കാൻ രാവിലെ നീച്ചാൽ പല്ലേക്കാൻ നോക്കിയപ്പോഴാണ് പേസ്റ്റ് കഴിഞ്ഞത്. എന്നിട്ട് മമ്മ എന്താ കരി എടുത്താണ് ചേച്ചിക്ക് അല്ലേ? അത് പിന്നെ ശീലല്ല കാര്യമാണ്, പിന്നെ കുഴപ്പമില്ല. പണ്ട് മുതലേ നമ്മൾ ശീലിച്ച കാര്യമാണല്ലേ. അതില്ല, പല്ലുണ്ടോ? പല്ലേക്കാൻ പല്ലില്ല, അതാണ് എന്നാലും ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മെയിനായിട്ടുള്ള ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ബിരിയാണി അല്ലേ നാളെ പറഞ്ഞ? അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഏകദേശം ഇവിടെ തന്നെ കിട്ടി. പിന്നെ അല്ലെങ്കിൽ പച്ചക്കറിയും കാര്യങ്ങളാണ്, അത് പുറത്തുനിന്നാണ്. അത് ഗൈസ് ഇമ്മമ്മ എന്താണ് നാളെ, സാധാരണ ഉമ്മ പറയലും മന്തി വെക്കാനാണ്. അപ്പം ഉമ്മമ്മ എന്താണ് നാളെ ബിരിയാണി വെക്കാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ ഗൈസ് അപ്പടം മന്തി. ആപ്പാപ്പൻ്റെ പേരിൽ മന്തി ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മമ്മ അമ്മായി അല്ലേ നാളെ വെക്കണേ? അമ്മായിൻ്റെ കൈപ്പുണ്യം ഗൈസ് വേറൊരു ടേസ്റ്റാണ്. നാളെ നമുക്ക് അത് അറിയാം. നാളെ നമുക്ക് വെച്ചുണ്ടാക്കുന്ന രീതികളൊക്കെ കാണാം.
നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോകും, ചിലപ്പോൾ കിട്ടും, എന്നാലും ഏകദേശം ഇതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി സെറ്റാക്കാം. ഉമ്മ നല്ല തപ്പല്ലാണ്. തപ്പി കിട്ടിയോ? ഒന്നുമില്ലേ? കിട്ടിയോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടുന്ന്? പച്ചക്കറി മാത്രം. പച്ചക്കറി പുറത്താണ്, നമുക്ക് സെപ്പറേറ്റ് വാങ്ങാം. എല്ലാം പാടത്തിന് വിളിക്കാം. പള്ളിക്ക് കുത്തുബുണ്ട്. കുത്തുബല്ലടാ, കുത്തുബല്ല, തെക്ക് വീറ്. നേരെ പോയി പിടിക്കല്ലേ? അല്ല, ഇറച്ചി നമുക്ക് വാങ്ങണം. ഇറച്ചി നാളെ എന്തായാലും കഴിച്ച് പെരുന്നാൾക്ക് പള്ളിക്കൊന്ന് കിട്ടൂലേ? ചിക്കൻ വാങ്ങിയാൽ മതിയോ? ചിക്കൻ ബിരിയാണി അല്ലേ? ബീഫ് ബിരിയാണി ആരും വെക്കൂലല്ലോ. അല്ല, ബീഫ് വരട്ടിയേ വെക്കൂലേ? വരട്ടില് നമുക്ക് വൈകുന്നേരം വരട്ടിയാലും പോയി. ബീഫ് കിട്ടുമോ നോക്കട്ടെ. നോക്കാം അല്ലേ? ഇനി നമ്മൾ നേരെ ബീഫ് വാങ്ങാൻ പോവാണ്. ബീഫും ചിക്കനും വാങ്ങാൻ പോവാണ്. ഓക്കെ, പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞ് ആഗ്രഹം കൊണ്ട് ബീഫ് വാങ്ങാൻ ഇറങ്ങി. ബീഫ് എന്തായി? ബീഫ് എവിടെയില്ല. ജാഞ്ചലും മൂഞ്ചലും. നാളെ ബീഫ് ഇട്ടെന്ന് അറിഞ്ഞോണ്ട് ആരും ബീഫ് കട തുറന്നില്ലല്ലേ? അതല്ല, നേരത്തെ കഴിഞ്ഞാണോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഇനി ചിലപ്പോ നട്ടപ്പാതിരൊക്കെ ആക്കിയാലോ? കഴിഞ്ഞു. അങ്ങനെയാണോ? ചെറിയ മാസം കാണാൻ വേണ്ടിട്ട് നിക്കും. ഇതിപ്പോ എല്ലാവർക്കും അറിയാം ഇന്ന ദിവസമാണ്. അപ്പൊ നേരത്തെ ചിലപ്പോ നാളെ ബീഫ് കിട്ടണോണ്ടാക്കിയാലൊന്നുമില്ലാത്ത കച്ചവടക്കാർക്ക് നഷ്ടമാവും, അതുകൊണ്ടാക്കില്ല. എന്താണെന്ന് അറിയില്ല. എന്തായാലും ബീഫില്ല. ആണോ? അതാക്കി തരാം. എന്തായാലും നീ ചിക്കൻ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ പോകൂലേ? പല്ലില്ലല്ലോ, എന്തായാലും പോകുന്നതാണ്. എന്തായാലും ഗൈസ് ഇപ്പം നമ്മൾ തീരുമാനം എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ബീഫ് അങ്ങനെ വന്നു, അത് മൂഞ്ചി. അപ്പം നമ്മൾ നേരെ ഉമ്മാക്കും വലിയമ്മക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അല്ലേ? എടുക്കല്ലേ? ഡ്രസ്സ് എടുക്കല്ലേ? ആണോ? ഉമ്മക്ക് നടക്കാൻ എന്നിട്ട് അവിടെ എന്തിനും 100 പരാതിയാക്കി രച്ചു വാങ്ങി തന്നില്ലാണ്ട്. എന്തിനാ വെറുതെ കേൾക്കണേ? നടക്കി വരി. എന്തായാലും ഉമ്മാക്കും അമ്മക്കും കൂടി നമ്മൾ ഡ്രസ്സ് വാങ്ങി കൊടുക്കണേ. കയറാം, വരി, കയറി. എടുത്തോട്ടെ. എനിക്കല്ലല്ലോ ഡ്രസ്സ്, നിങ്ങൾക്കല്ലേ? എന്നാ വരി. ഉമ്മക്ക് എന്താ പറഞ്ഞേ? വേറെന്താ? ആദ്യം എടുക്കാൻ നോക്കണേ. ഉമ്മാക്ക അമ്മമ്മക്ക? ആദ്യം ഒരാളെ മേത്തി കിട്ടും. നമ്മ മേരി എനിക്കല്ല പർദ്ദ അറിയണ ഞാനല്ലല്ലോ. ബേരി അവിടുന്ന്. പിന്നെന്താ വേണ്ടിയേ? ചുരിദാറാക്കണം. ഉമ്മമാന്റെ സൈസ് ഇല്ല പർദ്ദ ഉണ്ടാ ചേച്ചിയെ? 52 നോക്കാം. ഉമ്മമാന്റെ സൈസ് എത്ര അമ്മ? മീഡിയം പറയുമ്പോ കറുപ്പ് വേണ്ട. കറുപ്പല്ലാതെ വേറെ ആദ്യം സൈസ് നോക്കി. സൈസ് ഒന്ന് വെച്ച് നോക്കി. വെച്ച് നോക്കുമ്പോ സൈസ് നോട്ടെ, വെച്ച് നോക്കി. മാണ്ടാന്നില്ലേ? നോക്കണ കളറൊക്കെ ഉണ്ട്. അത് എന്താ വലിപ്പം? എന്താ അവസ്ഥ? അതുണ്ട്. അത് സെയിം കളർ. വെറൈറ്റിയോ? നമ്മമ്മക്ക് പൂക്കളില്ല പർദ്ദ ഉണ്ടോ? പൂക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ. വെറൈറ്റി കാപ്പില്ല. കാപ്പില്ലല്ലോ മമ്മ? ഇല്ല. വലിപ്പം കൂടുതലായി പോയി. ഇത് എത്ര സൈസ്? എത്ര? 58 ആണോ? അല്ല, ഇതില് ചെറുതുണ്ടോ? ആ കളറില് വെള്ള പർദ്ദ ഉണ്ടോ? വെള്ള പർദ്ദ അത് നിസ്കാരം. മമ്മക്ക് ഗൈസ് എങ്ങനെ സൈസ് കിട്ടൂല. എന്നാ അവിടെ പോയി തപ്പല തുടങ്ങിക്കോ. ജസ്റ്റ് നോക്കിക്കോ അവിടെ നിന്നിട്ട്. താത്തതിന് എന്തെങ്കിലും കടി കൊടുത്തന്നെ മതി. കഴിഞ്ഞില്ലേ? കൊറേ നേരത്തെ നിസ്വാന കൊറേ നേരത്തെ തപ്പലിനൊടുവിൽ കിട്ടി അല്ലേ? പെരുന്നാക്ക് ഗൈസ് പുതിയ മാക്സി അല്ലേ? മമ്മാക്ക് മാക്സി അതിന് എന്താ പർദ്ദ? എന്താ പറഞ്ഞേ? നമുക്ക് മാക്സി മാക്സി മതി. മാക്സി എടുത്തിട്ട് ഉമ്മ എടുത്തില്ലേ? എടുത്തില്ലേ? ഒന്നും എടുത്തില്ലേ? അപ്പൊ എന്തൊക്കെയാ എടുത്ത് മാറ്റി വേറെ എന്തെങ്കിലും സാധനം എടുത്തോ? എന്തേലും എടുത്തോണോ? മതി. ഇവരൊക്കെ നമ്മളെ വീഡിയോ കാണാനാണ് കേട്ടോ. അതെ അതെ. അപ്പൊ പോയി ഞങ്ങൾ പോയി. തോന്നു കൊടുക്കഞ്ഞേ എവിടെ എടുക്കണേ? അല്ല ഉമ്മ എടുത്തില്ലേ? എവിടെ ഉമ്മ? ഉമ്മനെ കാണണം. എവിടെ
അതെന്തോ ഒന്നും എടുക്കാൻ എന്താണ് പറഞ്ഞു. ഞാൻ എടുത്തു കുട്ടിയെ എന്തെടുത്തത്? പേരെന്താ? അയിലിച്ച് അടിച്ചാൽ നയിച്ച് പറ്റൂല. പിന്നെ ശീല കുറച്ചുള്ള അയച്ച് പറ്റിയൊന്നുമില്ല. ആണോ? അങ്ങനെ എന്നാ പറ്റണ ഷോപ്പിൽ പോയാലോ? ഇനിയിപ്പോ വേണ്ട അവിടെ 2 ശീല അടിച്ചാണ്. അല്ല ആയിക്കോട്ടെ. ഇപ്പോഴും കഴിച്ച് നമ്മൾ ചിക്കൻ വാങ്ങിയില്ല. നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി നേരെ പോവാണ്. എവിടേക്കാ പോണേ? നേരെ ഉപ്പെടുന്ന് വാങ്ങിട്ട് നേരെ പോവാ. അങ്ങനെ പോലെ പൂച്ചക്കുട്ടിയൊക്കെ പിന്നല്ല എൻ്റെ അമ്മ. നാളെ ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട് തിന്നാനി. അങ്ങനെ തിന്നാ മതി. വാ സാധനങ്ങൾ എടുത്ത് ഇറങ്ങി പച്ചക്കറിയും ഫ്രൂട്ട്സും സാധനങ്ങളും അല്ല ഫ്രൂട്ട്സ് അല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അടിയിൽ അരി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി നേരെ പേരാ അല്ലേ? ഡ്രസ്സ് എടുത്തുകൊണ്ട് അമ്മച്ചിൻ്റെ ഡ്രസ്സ് ആക്കണ ഇതിലുണ്ട്. പെരുന്നാൾക്ക് കാട്ടിത്തരാം. ഡ്രസ്സ് എങ്ങനെയാണെന്നൊക്കെ കാട്ടിത്തരാം. ഉമ്മ അതിൻ്റെ അടിയിൽ കൂടെ വേറെ എന്തൊക്കെ സാധനം വാങ്ങിയെന്നാണ് പറഞ്ഞത്. അതെന്താ അറിയില്ല. എന്തായാലും ഗൈസ് ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങി നോക്കല്ലേ അമ്മ? ഓക്കെ. ഇപ്പോൾ ഇതാക്കണേ ചിക്കൻ കടയിലെത്തി. സാധനം ഇതാക്കാം. എവിടെക്കണം മണ്ടണ് ഇവനൊക്കെ മണ്ടനാക്കണേ. ക്ഷീണിച്ച് വെച്ചൊക്കെ വെട്ടി ഫുള്ള് ചോര കളിയാണില്ലേ? ആയുധം വെച്ചില്ല കളിയാണല്ലേ? എവിടെ പണിക്ക് വെച്ചിരിക്കുന്നത്? എവിടെ? അർഷായില്ലല്ലോ പുതിയ ഭായി ഇതാക്കണ്. അർഷാണ് ഗൈസ്. പനി പിടിച്ചല്ല എനിക്ക്. പാട് അർഷാനാണത്. മുടി കെട്ടിയാന്നുള്ളൂ. മുടി കെട്ടി പനി പിടിച്ച അതിന്റെ അടിയിൽ കൂടെ അല്ലേ? ഉമ്മ പറഞ്ഞോ? ചിക്കൻ പറഞ്ഞോ? ചർച്ച പിന്നതാക്കാം. എങ്ങനെ ബിരിയാണി വെട്ടി പറഞ്ഞോ? എത്ര പറഞ്ഞേ? 3 കിലോ. 3 കിലോ കൊണ്ട് ഉണ്ടാവും അല്ലേ? അല്ല പൊരിച്ചാനെ കയ്യിൽ തന്നെ ഇതാവും അമ്മ? പൊരിച്ചണ്ട ചെറിയ മറ്റേ പൊരി ഇതൊന്നും വേണ്ട. അതൊക്കെ ഓവർ ചെലവാണെന്ന് മറ്റാണ്. ഇതിലൊരു മുതലന്റെ കുട്ടിയുണ്ട്. മുതല ആളെ കാട്ടിത്തരാ. ഇതാക്കണിപ്പോ എന്താണ് ഇതിന്റെ മെയിൻ? അലിഗേറ്റർ ആണല്ലേ? പിന്നെ അതേപോലെ തന്നെ അവിടെ സാധനങ്ങളുണ്ട്. ഇതാണ് വരാല് എന്നൊക്കെ പറയും ചില നാട്ടില്. വിയറ്റ്നാം വരാല്. പിന്നെ അടുത്തത് വരാം. ആഫ്രിക്കൻ മൂയിക്കുട്ടികൾ പക്ഷെ കാണൂലെന്നുള്ളൂ. ആയിക്കോട്ടെ. മുട്ടിട്ട് പോണാണ് ആഫ്രിക്കൻ മൂയിക്കുട്ടികള്. മമ്മ കണ്ടിക്കണോ ആഫ്രിക്കൻ മൂയി? അങ്ങനെ ആയിക്കോടെ ഉണ്ട്. ആയിക്കോട്ടെ ചാടി ഇറങ്ങി നോക്കി അപ്പൊ കാണും. കോഴിക്കോൾ ഉറങ്ങേ? കോഴിക്കോൾ ഉറങ്ങണ കേസ് കണ്ടോ? ചെറുങ്ങനെ അത് ഒട്ടുമിക്ക കിളികളൊക്കെ അങ്ങനെ തന്നെ. നമ്മളെ തത്ത എങ്ങനെയാണല്ലോ തലയും കുത്തിയാണോ? ഉറങ്ങാണോ? നമ്മളെ കോഴിക്കോൾ എങ്ങനെയാണ്? ഇതൊന്നും കാണില്ല. എന്ത് അതാണ് കേസ് മെയിൻ മുതലാളി കേട്ടോ കടന്റെ. ചിക്കൻ ഉമ്മ വേറെ ബിരിയാണി കട്ടല്ലേ പറഞ്ഞേ? ഓക്കെ. അതും കൂടി കഴിഞ്ഞാൽ നാളെ പിന്നെ ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക്. എപ്പോൾ തുടങ്ങിയ പരിപാടിയാടാ? കുറച്ചു നേരമായോ? ഫുള്ള് സെറ്റാണ് എൻ്റെ. ഇവിടുന്ന് ചിക്കൻ വാങ്ങട്ടെ. ഉമ്മ പൂച്ചത്തീറ്റ് വാങ്ങിയില്ലേ? ആദ്യം കയ്യിൽ പിടിച്ചാണ് വാങ്ങിച്ചാണ്. ഇത് ഇവർക്ക് കൊടുത്തി ഞമ്മക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂച്ചാളെ കാര്യത്തിൽ എന്തായാലും ഉമ്മ മുന്നിൽ ഉണ്ടാവും. എന്തായാലും ഗൈസ് ഇനി ഇവിടുന്ന് ചിക്കൻ വാങ്ങിയാണ്ട് പോകാൻ നോക്കട്ടെ. പെരിയ പോട്ടല്ലേ മമ്മ? പേരിലെത്തിട്ട് എന്താ പരിപാടി? കടന്നോണ്ട് ഉറങ്ങാന്നിട്ട് പെലച്ചക്കാണ് നീച്ചാലേ? എന്തൊക്കെയാ പിരീഡ് പോകുന്നുണ്ട് അല്ലേ? എന്തേ ഇന്ന് കാടൊന്നും പെട്ടിട്ടില്ലല്ലോ. പിന്നെ ഉമ്മ എങ്ങനെ വാങ്ങിയേ? കത്തിയോണ്ടില്ലേ? കത്തിയോണ്ട് ഉമ്മ ഉണ്ടായിരുന്നു കേസ് മുമ്പ്. ചിക്കൻ കിട്ടി. ഇനി ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് നേരെ പെരി പോട്ടെ. നമ്മളങ്ങനെ പെരിയിൽ വന്നെത്തി. ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞു. ഇപ്പൊ പെരിയിൽ വന്നെത്തി. ഇതാക്കണ മണ്ടിപ്പാച്ചിലാണ്, വെത്തപ്പാടിലാണ്. എന്താണ് പൈച്ചുണ്ടോ? ഒന്നും തിന്നില്ലാണ്. ഉച്ചക്കൊന്നും ഒന്നും തിന്നില്ല. പൈച്ചിട്ട് പള്ള വരുത്താവുക. അതാണ് ഞാൻ പോയി വായി തിന്നിന്. പഴം എടുത്താണ് തിന്നുന്നുണ്ട്. മമ്മ പൈസ ഉണ്ടോ? ചോറുന്നാ നോക്കിക്കോളി കേട്ടോ. നേരത്തെ ചോറുന്നാണ്ട് കടക്കാൻ നോക്കിക്കോളി. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ കഴിച്ചാണ്ട് പണി തുടങ്ങാനാണ്. ഉമ്മ എവിടെ? ഉമ്മ പോയോ? ഉമ്മ പോയി തോന്നണം. അവിടെ ഉണ്ടോ? സാധനം എടുക്കാൻ പോയതാണ് കേസ്. പോയതൊന്നല്ല. എങ്ങോട്ട് പോകാനാടാ ഞാന്? അല്ല പറയാൻ പറ്റില്ലേ. എടികൂടെ പിങ്ങിയാലോ.
ആ ഞങ്ങള് വന്ന് കേറിയപ്പോ കറണ്ട് വന്നു. അതാണ് ഐശ്വര്യം. ഐശ്വര്യമുള്ള ആൾക്കാർ വന്നു അങ്ങനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അല്ലേ? ആവും. കറണ്ടിന്റെ കാര്യത്തിൽ ഐശ്വര്യം നോക്കിയിട്ട് ഒരു കാര്യമില്ല ആക്കളെ. ഇല്ലല്ലേ? അത് വരും പോവും. ഏതായാലും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിയാണ്ട് ഒക്കെ സെറ്റാക്കി വെച്ചിക്കണ്. ഒന്നും പേടിക്കാല്ല. മസാല ഒക്കെ തേച്ച് ഏത് എന്ത് ചിക്കനെ ചിക്കൻ ആ ആ അവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കില് ആകെ തപ്പിപ്പിടുത്താവും. രാവിലെ വെച്ചിട്ട് ആരും വരൂല. പറഞ്ഞിട്ടില്ല? ഉറപ്പല്ലേ മമ്മ? പറഞ്ഞില്ലേ? പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് നേരത്തെ വരാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ആ ഞാൻ വിളിച്ച് പറയാം ലേടാ. ഓല് വരും എന്നും വരുന്ന അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്നാ പറഞ്ഞടാ. അപ്പൊ നമുക്ക് നാളെ പെരുന്നാക്ക് കാണാം. ഓക്കെ, വലിയ പെരുന്നാക്ക് കാണാം. ഡ്രസ് എടുത്തിട്ടില്ല, നമ്മൾ എടുക്കാൻ പറഞ്ഞാണ്. അവിടെ ഒന്നുമില്ല, ഇച്ച് പറ്റിയതൊന്നുമില്ല. അത് ശരി. മമ്മാക്ക് അതിന് പറ്റിയെന്താ? എന്നാ പറ്റുകൊടുത്തേക്ക് പോകാണല്ലോ. അപ്പൊ എന്ത് വരാ നീ പറയും? അത് മമ്മാക്ക് പറ്റിയില്ല. ഒന്നാതെ 2 സീലുണ്ട് അടിച്ചാത്തത്. ആ അതാണോ? അതാണ്. അപ്പൊ എന്താ അടിച്ചാത്തെ? നോക്കാൻ നിങ്ങൾ പറഞ്ഞു എത്ര പറഞ്ഞാണ്, ഞാൻ ഒരാളെല്ലാം ഉണ്ടായ. അത് ശരി. ഇപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഇടണമെന്നാണ് മമ്മ പറയുന്നേ. നിങ്ങൾ വിചാരിച്ചാണ് ഞാൻ കൺഫ്യൂസ്ഡാണ്. ഇതൊക്കെ ഇന്റെ പറഞ്ഞ ശരി. ഇതാ ഇതാ ഇപ്പൊ നോക്കിയ കളറൊക്കെ ഇതിലുണ്ട്. എന്നിട്ട് എപ്പോഴും കറുപ്പ് മാത്രമാണല്ലോ ഉമ്മ ഇട്ടാണ് ഞങ്ങള് കണ്ടിക്കണേ. ഇപ്പൊ പോന്നതാ ഇത് 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 3 കളറില്ല, പിന്നെ 4 കളർ പറഞ്ഞുണ്ട്. ആണോ? അപ്പൊ അതാണ് മമ്മക്ക് പർദ്ദ വേണ്ടെന്ന് പറഞ്ഞേ. നയിക്കാണ് 2 അടിച്ചാൽ തീരാ. ആണോ? നിങ്ങൾ ഇത് ഞാൻ അപ്പൊ അതൊക്കെയാണ് ഗൈസ് മമ്മന്റെ റീസൺസ്. അപ്പൊ അതുകൊണ്ടാണ് മമ്മ എടുക്കാഞ്ഞ. വേണ്ട വേണ്ട ഇവിടുന്ന് തന്നെ പറഞ്ഞ അതുകൊണ്ടാണ്. ആണോ? അപ്പൊ ഉമ്മ കൈസ് എന്തായാലും മുതലാക്കിക്കണേ. പിന്നെ എടുത്ത് പോകുന്നതാണ് അല്ലേ? 200 ഉറുപ്പ്യല്ലേ? ആ ഉവ്വ. എന്താ പള്ളിട്ടോ പൈച്ചിട്ടേ നന്നായി. നന്നായി. എന്നാ ഗൈസ് നമുക്ക് നാളെ പെരുന്നാൾ കാണാം അല്ലേടാ? തുള്ളി വെള്ളം കുടിച്ചു. ഓക്കെ, നാളത്തെ ഉമ്മാന്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാം ഗൈസ്. ഓക്കെ.